അപ്പോൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച അധികാരമേറ്റ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ രണ്ടാം മന്ത്രിസഭായോഗം, അന്നൊരു മന്ത്രിസഭായോഗം ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളുണ്ടായി. ഇന്നിപ്പോൾ രണ്ടാം മന്ത്രിസഭായോഗം നടക്കാൻ പോവുകയാണ്. 9 മണിക്കാണ് മന്ത്രിസഭായോഗം. പക്ഷേ മന്ത്രിമാർക്ക് തങ്ങളുടെ വകുപ്പിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. മുഖ്യമന്ത്രിക്കറിയാം തൻ്റെ വകുപ്പിനെക്കുറിച്ച്, പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കറിയാം തൻ്റെ വകുപ്പിനെക്കുറിച്ച്, അവരൊക്കെ വളരെ സീനിയേഴ്സാണ്. മുരളീധരന് ആരോഗ്യമുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹം അത്തരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ മറ്റു മന്ത്രിമാർ വകുപ്പറിയാതെ ഇങ്ങനെ ഉടറി നടക്കുകയാണ്. വീടായി, പക്ഷേ വകുപ്പായില്ല. അതാണ് ഈ സർക്കാരിൻ്റെ വലിയൊരു പ്രതിസന്ധി. 24 മണിക്കൂറിനുള്ളിൽ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നും വളരെ വേഗം, അതിവേഗം, ബഹുദൂരമാണ് തൻ്റെ നീക്കമെന്നുമൊക്കെ പറഞ്ഞ സതീശൻ ലീഗിൻ്റെയും ലത്തീൻ സഭയുടെയും ഒക്കെ സമ്മർദ്ദത്തിൽ വല്ലാതെ കുഴഞ്ഞു കിടക്കുകയാണോ? ഒപ്പം പാർട്ടിക്കുള്ളിൽ കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദമുണ്ട് എന്നറിയുന്നു. അങ്ങനെ വി.ഡി. സതീശനെ കുരുക്കാൻ പറ്റുന്ന പല കാരണങ്ങൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതെങ്ങനെ അദ്ദേഹം മറികടക്കും എന്നുള്ളത് കാത്തിരുന്നു കാണണം. നമുക്കറിയാം, വളരെ ചാരുതയോടെ വളരെ വിദഗ്ധമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് വി.ഡി. സതീശൻ. ഈ പ്രശ്നവും ഈ പ്രതിസന്ധിയും മറികടക്കും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. വകുപ്പറിയാതെ മന്ത്രിമാരുടെ മൂന്നാം ദിനം. ഫിഷറീസിൽ തട്ടി വകുപ്പ് വിഭജനം വൈകുന്നു. ലീഗിന് നൽകരുതെന്ന് ലത്തീൻ സഭ. ദേവസ്വം അനിൽകുമാറിന്. സംസ്ഥാനത്ത് വയോജന വകുപ്പ് രൂപീകരിച്ച് വിജ്ഞാപനം ഇറക്കി സർക്കാർ. മന്ത്രിസഭാ യോഗം ഇന്ന്. എം.എൽ.എമാരുടെ സത്യപ്രതിജ്ഞ നാളെ. ജി സുധാകരൻ ഇന്ന് പ്രോട്ടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും. വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ കൂടിയാലോചനകളുമായി സർക്കാർ. സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പാക്കുന്നതിൽ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം. രക്ഷാപ്രവർത്തകർ പുറത്തേക്ക്. രക്ഷാപ്രവർത്തനത്തിൽ നടപടി കടുക്കും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാന്മാർക്ക് കുരുക്കുമുറുകും. അനിൽ കല്ലിയൂരിനും സന്ദീപിനുമെതിരെ വധശ്രമത്തിലുള്ള വകുപ്പുകൾ ചുമത്തും. പോലീസിലും നടപടികൾക്ക് തുടക്കം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിമർശനം തുടർന്ന് കീഴ്ഘടകങ്ങൾ. പിണറായിക്കും എം.വി. ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനവുമായി വയനാട് ജില്ലാ കമ്മിറ്റി. തോൽവിക്ക് കാരണം നേതൃത്വത്തിന്റെ കടുംപിടുത്തവും നയപരമായ വീഴ്ചകളുമെന്ന വിമർശനം. ഖജനാവ് പാപ്പരായെന്ന എ.കെ. ആന്റണിയുടെ ആരോപണത്തിന് മറുപടിയുമായി മുൻ ധനമന്ത്രി. സംസ്ഥാനം മികച്ച സാമ്പത്തിക സ്ഥിതിയിലെന്ന് കെ.എൻ. ബാലഗോപാൽ. പ്രധാനമന്ത്രി ഇറ്റലിയിൽ. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യും. 4 വർഷത്തെ തന്ത്രപ്രധാന കർമ്മ പദ്ധതിയിലും ഉഭയകക്ഷി ചർച്ച. ഇറ്റലിയിലെത്തിയത് 4 രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം മാർപ്പാപ്പയുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെത്തിയില്ലെങ്കിൽ ആക്രമിക്കുമെന്ന ഭീഷണി ആവർത്തിച്ച് ട്രംപ്. ഭീഷണി തള്ളി ഇറാൻ. ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് സർപ്രൈസ് നൽകുമെന്ന് ഇറാന്റെ മറുപടി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്കു സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ കനത്ത കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകളുടെ കാര്യത്തിൽ കോൺഗ്രസ് ലീഗ് തർക്കം ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. കോൺഗ്രസിലും മന്ത്രിസ്ഥാനങ്ങൾ വിഭജിക്കുന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ചല്ല, വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. അതേസമയം മന്ത്രിസഭായോഗം ഇന്ന് ചേരുന്നുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകും. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിരുന്നു. വിദഗ്ധരൊക്കെ ആ സമിതിയുടെ ഭാഗമാണ്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുണ്, ഇന്നിപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭായോഗമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നെങ്കിലും വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകണം. ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ എത്തുന്നതിന് മുൻപ് മന്ത്രിമാർക്ക് തങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഒരു രൂപം കിട്ടാൻ സാധ്യതയില്ലല്ലോ. 9 മണിക്കാണ്. ഒരുപക്ഷെ അതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാവുക. പക്ഷേ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മന്ത്രിസഭാ യോഗം കൂടിയായി മാറുന്നുണ്ടല്ലോ ഇത്.
തീർച്ചയായിട്ടും വകുപ്പ് വിഭജനത്തിൽ തർക്കവും അവ്യക്തതയും തുടരുകയാണ്. ഇതുവരെ അത് പൂർത്തിയായിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രി ഓഫീസ് പറയുന്നത് ഗവർണർ സ്ഥലത്തില്ലാത്തതിനാൽ ഗവർണർ ആണ് ഈ പട്ടിക നൽകാൻ വൈകുന്നത്. പക്ഷേ അതൊരു ശരിയായ വിശദീകരണമാണെന്ന് പറയാൻ കഴിയില്ല. ഗവർണർ സ്ഥലത്ത് ഉണ്ടാകണമെന്നില്ല. പട്ടിക ഗവർണർ കൈമാറിയാൽ മതി. ഗവർണർക്ക് ഇതിലൊരു റോളുമില്ല എന്നുള്ളതാണ്. ഗവർണർ അംഗീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഗവർണർക്ക് ഈ വകുപ്പുകളിൽ തിരുത്തൽ വരുത്താനോ അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ മാറ്റം വരുത്താനോ ഒരു അധികാരവുമില്ല. സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ഗവർണറുടെ അനുമതിയോടുകൂടി അത് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറങ്ങുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് കാര്യമായി ഒന്നുമില്ല. അത് പക്ഷേ പ്രശ്നം തീരുന്നില്ല. ഇങ്ങനെ പറയുമ്പോഴും ഇന്നലെ രാത്രി വളരെ വൈകിയും രണ്ട് മന്ത്രിമാർ, തലസ്ഥാനത്തുള്ള രണ്ട് മന്ത്രിമാർ കെ മുരളീധരനും സി പി ജോണും ലത്തീൻ സഭ ആസ്ഥാനത്തെത്തിയിരുന്നു. അവിടെ ലത്തീൻ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി സഹകരണമുണ്ടാകണം, ഈ പ്രശ്നം പരിഹരിക്കാൻ ഒപ്പം നിൽക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചു. എന്താണ് അവർ മുന്നോട്ട് വെച്ച ഫോർമുല എന്ന് വ്യക്തമല്ല. പക്ഷേ ലത്തീൻ സഭാ നേതൃത്വം വളരെ ശക്തമായി തന്നെ പറഞ്ഞു, കടലിനെ അറിയാവുന്നവർക്ക് മാത്രമേ ഈ ഫിഷറീസ് വകുപ്പ് നൽകാവൂ. അല്ലാത്തതിന്റെ അപകടം നേരത്തെ കണ്ടതാണ്. എത്ര ആളുകൾ കടലിൽ മരിച്ചു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് സജി ചെറിയാനാണ് ഫിഷറീസ് മന്ത്രിയായത്. അദ്ദേഹത്തേക്ക് ഒരു പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സഭാ നേതൃത്വം നിലപാടെടുത്തത്. കടലിനെ അറിയാവുന്നവർ മാത്രം ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കണം. അവിടെയാണ് പ്രതിസന്ധി വീണ്ടും രൂക്ഷമാകുന്നത്, ശക്തമാകുന്നത്. അങ്ങനെ ഇപ്പോൾ ആരെയാണ് വകുപ്പ് ഏൽപ്പിക്കേണ്ടത്? ലത്തീൻ സഭാംഗമായ ഒരാൾ മന്ത്രിസഭയിലുള്ളത് ഷിബു ബേബി ജോണാണ്. പക്ഷേ ഷിബു ബേബി ജോണിന്റെ ഫിഷറീസ് വകുപ്പ് വേണ്ട എന്ന നിലപാടാണ്. അദ്ദേഹം അത് ഏറ്റെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വനം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹത്തിനുണ്ട്. പിന്നെ എന്തിന് ഇത് ഏറ്റെടുക്കണമെന്ന ചോദ്യമാണ് ഷിബു ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് മന്ത്രിമാർക്ക് വകുപ്പ് വിട്ടുകൊടുക്കാൻ ലീഗ് ഒരു കാരണവശാലും തയ്യാറാകും. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തിരികെ കൊടുക്കണം. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന്റെ യുവമന്ത്രി പുതുമുഖ മന്ത്രി റോജി എം ജോണിന് നൽകാൻ കോൺഗ്രസ് തീരുമാനമെടുത്തതാണ്. അത് മാറ്റാനും കഴിയുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ഇപ്പോഴുമുണ്ട്. ഇന്നെങ്കിലും അത് പരിഹരിക്കുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും ഇന്ന് രണ്ടാം മന്ത്രിസഭാ യോഗത്തിനായി ഇവിടെ ഈ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ 10:30 മന്ത്രിമാർ എത്തും. 10:30 മന്ത്രിസഭാ യോഗം ചേരേണ്ടത്. അപ്പോഴും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 10:30 മന്ത്രിസഭാ യോഗം ചേരും. അപ്പോഴും വകുപ്പുകൾ വ്യക്തതയില്ലാതെ തന്നെ ആകും മന്ത്രിമാർ എത്തുക. ഒരു പക്ഷേ ഇതില് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ. അതായത് ഒന്ന്, ദേവസ്വവും ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. ആരോഗ്യത്തിനൊപ്പം ദേവസ്വവും മുരളീധരന് നൽകിയിരുന്നു. ഇപ്പോൾ ദേവസ്വം തിരിച്ചെടുത്ത് AP അനിൽകുമാർ നൽകുന്നു എന്നറിയുന്നു. AP അനിൽകുമാർ നമുക്കറിയാം കേരളത്തിലെ KC വേണുഗോപാലിന്റെ വലം കൈയാണ്. KC പക്ഷത്തിന്റെ ആ ഒരു സമ്മർദ്ദം സതീശന് മേലുണ്ട് എന്ന് മനസ്സിലാകുന്നു. മറ്റു ചോദ്യം ഉയരുന്നത്, സതീശൻ പൂർണ്ണമായും ലീഗിന് വഴങ്ങുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം വാങ്ങിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത്? ഏതെങ്കിലും ചെറിയ വകുപ്പുകൾ നൽകിയാൽ പോരെ എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ടല്ലോ. അങ്ങനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സതീശനെ പ്രതിസന്ധിയിലാക്കുന്ന നിരവധി പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ കാണണം? അതത്ര സുഖകരമായ ഒന്നല്ല. കാരണം കൃത്യമായി തന്നെ പല കാര്യങ്ങളും നടപ്പാക്കുമെന്നും ആദ്യം തന്നെ കയ്യടി നേടിയ ഒരു സർക്കാരും മന്ത്രിസഭാ യോഗവും ഒക്കെയാണ്. വയോജന വകുപ്പ് രൂപീകരിക്കുന്നു, ആശമാർക്ക് ആശ്വാസം നൽകുന്നു. അതിനുശേഷം ഇത്തരം കാർമേഘങ്ങൾ ഉരുണ്ടു തുടങ്ങിയാൽ അത് ഒട്ടും സുഖകരമല്ലല്ലോ അരുൺ. തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിൽ മുരളീധരൻ പിന്നോട്ട് പോകാനിടയില്ല. അദ്ദേഹം ഏതാണ്ട് വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിനെ ഉദ്യോഗസ്ഥരെയൊക്കെ അദ്ദേഹം കണ്ടു. അധികം വൈകാതെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റം ശരിയല്ല എന്നുള്ളത് വലിയ വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നു. നേരത്തെ സിസ്റ്റം തകരാറാണ് പ്രശ്നമെന്ന വീണ ജോർജിന്റെ മുൻ ആരോഗ്യമന്ത്രി പ്രസ്താവന വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. ഇന്നലെ മുരളീധരൻ പറഞ്ഞ സിസ്റ്റം ശരിയാക്കും, അതിനുവേണ്ടിയാണല്ലോ മന്ത്രി വരുന്നത്. അതായത് ആരോഗ്യവകുപ്പിൽ കുത്തഴിഞ്ഞു കിടക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന സിസ്റ്റം ശരിയാക്കാൻ മുരളീധരൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വകുപ്പിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകില്ല. കൃഷി വകുപ്പ് സിദ്ദിഖ് നൽകി. സിദ്ദിഖ് ആ വകുപ്പിനോട് യാതൊരു താല്പര്യവുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അനിൽകുമാർ ദേവസ്വം വകുപ്പ് കൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം മുതിർന്ന നേതാവ് കൂടിയാണ്, മുതിർന്ന മന്ത്രിയാണ്. KC വേണുഗോപാലിന്റെ ഗ്രൂപ്പ് മാനേജർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലടക്കം മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പ് നൽകാൻ ഈ വകുപ്പുകളുടെ കാര്യം വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. പക്ഷേ മന്ത്രിമാരുടെ കാര്യത്തിൽ KC പക്ഷത്തിന് വലിയ ഒരു അപ്രമാദിത്വം ഇപ്പോൾ ഈ മന്ത്രിസഭയിലുണ്ട്, സതീശൻ മന്ത്രിസഭയിലുണ്ട്. അതിനുമപ്പുറത്തേക്ക് വകുപ്പുകളുടെ കാര്യത്തിൽ കൂടി അവർ കടുംപിടുത്തം പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് പല വകുപ്പുകളുടെ കാര്യത്തിലും ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നത്. അപ്രധാന വകുപ്പുകളിൽ മന്ത്രിമാരെ ഒതുക്കാൻ കഴിയില്ല എന്ന നിലപാട് KC പക്ഷത്തിലുണ്ട്. അതുകൂടി തർക്കത്തിന് കാരണമാണ്. ഏതായാലും ഇന്ന് എങ്കിലും പട്ടിക ഗവർണർക്ക് കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. രാവിലെ എന്തായാലും മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം
ഈ പ്രോട്ടേം സ്പീക്കറായി അമ്പലപ്പുഴ നിയുക്ത MLA ജി സുധാകരൻ, മുൻ CPM നേതാവ്, ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, സത്യവാചകം ചൊല്ലുന്നുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ലോക്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആ സ്വാഭാവികം അവിടെ വെച്ച് ഗവർണറെ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ പറ്റേ കൈമാറുമോ അല്ലെങ്കിൽ ഇനിയും വൈകുമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയോ ചെയ്യും എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നത്തേതിലും വൈകാൻ കഴിയില്ല. കാരണം നാളെ നിയമസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. പിന്നീട് നിയമസഭയിൽ സീറ്റ് ക്രമീകരണവും അവരുടെ ഓഫീസ് ക്രമീകരണവും ഒക്കെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. മറ്റന്നാൾ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. വൈകുന്നു. എല്ലാം ഞൊടിയിടയിൽ എല്ലാം വളരെ പെട്ടെന്ന് ഒരു തർക്കവുമില്ലാതെ റെക്കോർഡ് വേഗത്തിൽ എന്ന് പറയുന്ന VD സതീശന് പക്ഷേ തന്റെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി ഒരു കീറാമുട്ടിയായി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്നെങ്കിലും അതിൽ ഒരു തീരുമാനമാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റു പ്രധാന കാര്യം അരുൺ, ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമര ഗേറ്റ് തുറന്നു കൊടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ആളുകൾക്ക് കൂടുതൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവസരം ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകർക്കുള്ള സ്വാതന്ത്ര്യം സെക്രട്ടേറിയറ്റിനുള്ളിൽ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത്തരം പല ജനപ്രിയമായ തീരുമാനങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ സർക്കാർ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയായിരിക്കാം? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് മന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു. പൂച്ചപെറ്റ് കിടക്കുന്ന ഖജനാവെന്ന് പറയുമ്പോൾ തിരിച്ച് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചമാണ് എന്ന് മുൻ ധനകാര്യമന്ത്രി പറയുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ധവളപത്രം ഇറക്കാൻ പോകുന്നു. അങ്ങനെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കണമല്ലോ. അതെന്തൊക്കെയായിരിക്കാനാണ് സാധ്യത? രഞ്ജിത്തെ, സമരഗേറ്റിന്റെ കാര്യത്തിൽ സമരഗേറ്റ് പൂർണ്ണമായും തുറന്നു എന്നുള്ളതാണ് ഇന്നലെ സർക്കാരിന്റെ അവകാശവാദം. പക്ഷെ അത് ആ ഒരു രീതി നമുക്ക് കാണാൻ കഴിയില്ല. ഏതാണ്ട് 3 വർഷം മുമ്പ് തന്നെ ഇതിലൂടെ സന്ദർശകർക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും ഒക്കെ പ്രവേശനം അനുവദിച്ചിരുന്നു. മുഴുവൻ സമയം അടച്ചിട്ട കോവിഡ് സമയമാണ്. അതിനുശേഷം അതൊരു സ്ഥിരം ഈ സമരഗേറ്റ് പൂർണ്ണമായും അടച്ചിരുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നു. പക്ഷെ അത് ഏതാണ്ട് 3 വർഷം മുമ്പ് തന്നെ അതിൽ ഇളവ് നൽകിയിരുന്നു. ഇന്നലെ വീണ്ടും അത്തരത്തിൽ ഒരു പ്രചരണം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഓഫീസിൽ നിന്നൊക്കെ അത്തരം പ്രചരണമാണ്. സ്വാഭാവികമായും പൂർണ്ണ സമയം തുറന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും അതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം സമരഗേറ്റ് അങ്ങനെ പൂർണ്ണമായും തുറന്നിടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊക്കെ അറിയണം. ഇന്നലെ ഇവിടുത്തെ സർവീസ് സംഘടനകളാണ്, കോൺഗ്രസ് സർവീസ് സംഘടനയാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സമരഗേറ്റ് തുറന്നിട്ടത്. ഇപ്പോഴും ആ ഗേറ്റ് സ്വാഭാവികമായി പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ ബാരിക്കേഡ് മാറ്റിയെന്നതിനപ്പുറത്തേക്ക് കാര്യമായ മാറ്റം ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ഇനിയുള്ള ദിവസങ്ങളിൽ സ്വാഭാവികമായി സർക്കാരിനെതിരെ ഇതൊരു മധുവിധു സമയമാണ്, സർക്കാർ ഹണിമൂൺ പീരീഡാണ്. അത് കഴിയുമ്പോൾ സ്വാഭാവിക സമരങ്ങളൊക്കെ ഇവിടേക്ക് വന്നു തുടങ്ങും. അപ്പോൾ അതുപോലെ ഈ സമരഗേറ്റ് അടച്ചിട്ടേ മതിയാകൂ. എങ്കിലും പൂർണ്ണമായും അടച്ചിടുക എന്നൊരു ശൈലി നേരത്തെ നമ്മൾ അടക്കം ഇതിലൂടെ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യ പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ പോലും ഈ സമരഗേറ്റ് ഈ വാതിൽ പകൽ മുഴുവൻ തുറന്നിടാറുണ്ട്. അതുവഴിയാണ് അകത്തേക്ക് കടന്നിരിക്കുക. അങ്ങനെ ഒരു സമ്പൂർണ്ണ ഇളവ് ഇനി വരുമോ എന്ന് കണ്ടറിയണം. ഏതായാലും അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ അവകാശപ്പെടുന്നത്. ഇതുവഴിയൊക്കെ എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഒക്കെ പ്രവേശിക്കാവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിലേക്ക് തിരിച്ചെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അത് കൈയ്യടി നേടുന്ന തീരുമാനമായി മാറുമെന്ന് ഉറപ്പാണ്. അത് ഏതായാലും കാത്തിരുന്ന് കാണും. മന്ത്രിസഭായോഗം ഇന്ന് രണ്ടാമത്തെ മന്ത്രിസഭായോഗമാണ്. അവിടെ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം സഭയിൽ വയ്ക്കേണ്ടതുണ്ട് 29-ന്. ആ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള അംഗീകാരം മന്ത്രിസഭ നൽകും. അത് ഇന്നത്തെ യോഗത്തിൽ വന്നേക്കുമെന്ന സൂചനകളുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ഒരു സാധ്യതയുള്ളത് ഈ സിൽവർ ലൈൻ പദ്ധതി, റെയിൽ കോർപ്പറേഷന്റെ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കണം. ആ പദ്ധതി ഇപ്പോൾ മരവിച്ചിരിക്കുകയാണെങ്കിലും പിൻവലിക്കാൻ പിണറായി സർക്കാർ തയ്യാറായിരുന്നില്ല. അത് പൂർണ്ണമായും ആ പദ്ധതി പിൻവലിച്ചുകൊണ്ട് ഉത്തരവിറക്കണമെന്ന ആവശ്യവുമായി റെയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി ഇന്നലെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. അത് അടുത്ത ക്യാബിനറ്റിൽ പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഇന്ന് പരിഗണിക്കുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അതൊരു സാങ്കേതികം മാത്രമാണ്. സിൽവർ ലൈൻ ഇനി പ്രവർത്തിക്കില്ല എന്നുറപ്പാണ്. പിണറായി സർക്കാർ തന്നെ കേന്ദ്രം വിരുദ്ധ സമീപനം എടുക്കുന്നതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് സർക്കാർ നിർത്തിവെക്കുന്നുവെന്ന് പറഞ്ഞു. പക്ഷേ ആ ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുന്നു. മഞ്ഞക്കുറ്റിയൊക്കെ ഇട്ട് ആളുകളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തിയ ആ തീരുമാനമുണ്ട്. അത് ഉത്തരവ് പോലും പിൻവലിക്കണമെന്ന ആവശ്യമാണ് ഈ സമരസമിതിക്കുള്ളത്. അതും ഇന്ന് ഒരുപക്ഷെ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. തീർച്ചയായും മഞ്ഞക്കുറ്റി പിഴുതെറിഞ്ഞ ജനം
ഇപ്പോൾ ആ ഉത്തരവ് പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യം സതീശന്റെ മുന്നിൽ ഇന്നലെ എത്തിച്ചിരുന്നു. സിൽവർ ലൈൻ സമരസമിതി ഇന്നലെ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഉറപ്പുണ്ടാകുമെന്ന് സതീശൻ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ LDF സർക്കാർ ജനവിരുദ്ധമായി ചെയ്ത പല കാര്യങ്ങളും, ജനത്തെ എതിരാക്കിയ പല കാര്യങ്ങളിലും വലിയ തിരുത്തലുകൾ വരുത്തുകയാണ് സതീശൻ സർക്കാർ എന്നുള്ളതാണ്. മറ്റൊന്ന്, പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണി ഉണ്ടാകും എന്നുള്ള വിവരം കൂടിയുണ്ട്. ഹേമേന്ദ്രൻ നേരത്തെയുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവാക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്രധാന തസ്തികയിലുള്ള പല പോലീസ് മേധാവികളും പോലീസ് ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിരവധിയായ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കണം. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് യൂണിയൻ നേതാക്കളെ, ഇടത് യൂണിയൻ നേതാക്കളായ പോലീസ് ഉദ്യോഗസ്ഥരെ പല സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിയത്. അത്തരം നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുകയും വേണം. മറ്റൊന്ന്, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതിയാണ്. അത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാരിൻ്റെ ആ ഒരു ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്ന് നടപ്പിലാക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ജൂൺ 15 മുതലാണ് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുക. ഇന്നിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്. ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ ആലോചിക്കുന്നുണ്ട് എങ്കിലും ഓർഡിനറിയിൽ മാത്രം ഇത് ലിമിറ്റ് ചെയ്യുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ എത്തിയേക്കാം. പ്രതിദിനം 12 ലക്ഷത്തോളം സ്ത്രീ യാത്രക്കാർ ഈ ബസ്സുകളെ ആശ്രയിക്കുന്നുണ്ട്, KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ദിവസേന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം KSRTCക്ക് വരാൻ പോകുന്ന ഒരു സംവിധാനം കൂടിയാകും ഇത്. അതിനെ എങ്ങനെ മറികടക്കാം എന്ന കാര്യത്തിലും വളരെ വ്യക്തമായ പ്ലാനിംഗ് വേണം. അരുണ്, എന്താണ് സർക്കാരിൻ്റെ മനസ്സിലുള്ളത്? ജൂൺ 15 മുതലാണല്ലോ സൗജന്യ യാത്ര എന്നുള്ളത്. അതൊരു വലിയ ജനപ്രിയ പ്രഖ്യാപനമായി നമുക്ക് മനസ്സിലാക്കണം. ആ തരത്തിൽ ജനം എടുത്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ ഏതൊക്കെ ബസ്സുകളിൽ, ഏതൊക്കെ തരത്തിൽ ഇത് നടപ്പിലാക്കണം എന്നുള്ളതാണല്ലോ ഒരു പ്രതിസന്ധി. ജൂൺ 15 മുതൽ ഈ സൗജന്യ യാത്ര നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചത്. ജനറൽ ടിക്കറ്റിംഗ് നേരത്തെ KSRTCയുടെ കണക്കെടുപ്പ് തുടങ്ങിയതാണ്. ഇന്നത് തുടരും. ഇന്ന് ഉദ്യോഗസ്ഥരുടെ യോഗവും ചേരുന്നുണ്ട്. ഓർഡിനറി ബസ്സുകളിലെ ആയിരിക്കാം ഒരുപക്ഷെ, ഓർഡിനറി ബസ്സുകൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ദീർഘദൂര യാത്രകൾക്കൊക്കെ അത് അനുവദിക്കുന്നത് വ്യക്തമല്ല. ഏതായാലും ഓർഡിനറി ബസ് ഇത്ര ഒരു ടിക്കറ്റ് ഏർപ്പെടുത്തിയാൽ ഏതാണ്ട് 90 കോടിയോളം രൂപ പ്രതിമാസം അധികം കണ്ടെത്തേണ്ടി വരും KSRTC. ഇപ്പോൾ തന്നെ സർക്കാർ സഹായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവർ ലാഭത്തിലേക്ക് ആരും പൂർണ്ണമായും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ സർവീസുകളിലും അത് സൗജന്യമാക്കുക എന്നുള്ളത് എളുപ്പമാകില്ല. എങ്കിലും ഓർഡിനറി ബസ്സുകളിലെങ്കിലും, അല്ലെങ്കിൽ നേരത്തെ പിങ്ക് ബസ്സുകൾ നമ്മൾ ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് KSRTC സ്ഥിരീകരിച്ചിട്ടില്ല. പിങ്ക് ബസ്സുകൾ വളരെ കുറവാണ്. ഓർഡിനറി ബസ്സുകളിലെങ്കിലും ഈ സൗജന്യ യാത്ര നൽകാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർണായക യോഗം ഇന്ന് ചേരുന്നുണ്ട്. 15-ാം തീയതി മുതൽ ഈ സൗജന്യ യാത്ര അനുവദിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഏതായാലും നിർണായകമായ ആ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തും. അതിനുള്ള നടപടിക്രമങ്ങളൊന്നുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും എന്നുള്ളതാണ് വിവരം. അതിൽ നേരത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലേതുപോലെയുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ എടുത്തേക്കാം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. വകുപ്പായില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പക്കൽ ഇതിനൊക്കെയുള്ള അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്. എല്ലാ വകുപ്പുകളുടെയും മേധാവി മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും തീരുമാനമെടുക്കാം. പിന്നീട് നടപ്പിലാക്കാനുള്ള ചുമതല വകുപ്പ് വിഭജനത്തിന് ശേഷം അതാത് മന്ത്രിമാർ ഏറ്റെടുത്താൽ മതി. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഇന്നിപ്പോൾ 9:30 മണിക്ക് G. സുധാകരൻ പ്രോട്ടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. നാളെ MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക G. സുധാകരൻ നേതൃത്വത്തിലാകും. നാളെയും മറ്റന്നാളുമായാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക എന്നുള്ളതാണ്. 9:30 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ചടങ്ങുകൾ നടക്കുക. ലോക് ഭവനിൽ വെച്ചാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. നാളെ നിയമസഭയിൽ പ്രോട്ടേം സ്പീക്കർക്ക് മുമ്പാകെയാകും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ എന്ന് മനസ്സിലാകുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പിനും പ്രോട്ടേം സ്പീക്കർ തെരഞ്ഞെടുപ്പിനും പ്രോട്ടേം സ്പീക്കർ നേതൃത്വം നൽകും. ഇപ്പോൾ 9 മണിക്ക് മന്ത്രിസഭായോഗം, 9:30 സത്യപ്രതിജ്ഞ. ഈ ഇങ്ങനെയുള്ള സമയക്രമീകരണങ്ങളൊക്കെയാണ്. അതൊക്കെ എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലാണ്. അതിൽ സംസ്ഥാനത്ത് വയോജന വകുപ്പ് രൂപീകരിക്കും എന്നുള്ളതായിരുന്നു. ഇതുവരെ ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് വയോജന വകുപ്പ് വരുന്നത്. നേരത്തെ വിദേശ രാജ്യങ്ങളുടെയൊക്കെ മാതൃക, ഇറ്റലി പോലെയുള്ള വിദേശ രാജ്യങ്ങളുടെയൊക്കെ മാതൃക
മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷമാകും ഈ വകുപ്പിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട വയോജന വകുപ്പ് രൂപീകരിച്ചുള്ള സർക്കാർ ഉത്തരവ് ഇന്നലെ വൈകി പുറത്തിറങ്ങിയിരുന്നു. സംസ്ഥാനത്തെ വയോജനക്ഷേമത്തിനായി പദ്ധതികൾ രൂപീകരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും നിലവിലുള്ള പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് വകുപ്പ് പ്രവർത്തിക്കുക. അതായത് വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പല വകുപ്പുകളുടെ, സാമൂഹ്യക്ഷേമ വകുപ്പ്, തൊഴിൽ വകുപ്പ്, അങ്ങനെ നിരവധി വകുപ്പുകളുടെ പല വകുപ്പുകളുടെ കീഴിലാണ്. അതായത് അതിനൊരു ഏകോപനമില്ല. അത് ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വകുപ്പിൻ്റെ കീഴിലാക്കി വലിയൊരു കണക്കൊക്കെ പുറത്തു വരുന്നത് 2041 ആകുമ്പോഴേക്ക് ഏതാണ്ട് 30% കേരളത്തിലെ ജനസംഖ്യ വയോജനങ്ങളാകും എന്നുള്ളതാണ്. അതായത് ജനസംഖ്യയുടെ 30% എന്ന് പറഞ്ഞാൽ ചെറിയ കണക്കല്ല. അവരെ സംരക്ഷിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ഒരു ദീർഘദൂര ലക്ഷ്യം തന്നെയാണ് സർക്കാരിന് ഉള്ളത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ വി.ഡി. സതീശൻ സർക്കാർ ഏർപ്പെടുത്തുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. വകുപ്പ് ഇന്നലെ മുതൽ നിലവിൽ വന്നു. ഇനി അതിൻ്റെ മന്ത്രി ആര് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുന്നതിനും നിയോജക മണ്ഡലത്തിന് ഏറ്റവും മികച്ച പ്രവർത്തനം ഉറപ്പുവരുത്തുകയും എന്നതിലുമാണ് തന്റെ ഫോക്കസ് എന്ന് എം ലിജു. അതിനെ വഴിതിരിച്ച് വിടാൻ നടക്കുന്ന ശ്രമങ്ങളോട് പ്രതികരിക്കേണ്ട എന്നാണ് നിലപാട്. കരഞ്ഞു വോട്ട് പിടിച്ചെന്ന യു പ്രതിഭയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു എം ലിജു. എങ്ങനെ വോട്ട് തോറ്റു എന്നത് ബോധിപ്പിക്കുക എന്നാണ് പ്രതിഭ ചെയ്യേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 നേരം വൈകുന്നേരത്തിൽ സംസാരിക്കുകയായിരുന്നു ലിജു. ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്കുൾപ്പെടെ അറിയാം. ഞാൻ കായംകുളത്തെ ജനതയോട് എനിക്കൊരു അവസരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. കേരളത്തിലും കായംകുളത്തും ഒരു മാറ്റം വേണം എന്ന കാര്യം മുന്നോട്ട് വെച്ചു. ഒരു വികസന അജണ്ട മുന്നോട്ട് വെച്ചു. നിയമസഭാ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. ജനം അതിനെ അംഗീകരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് CPM-ൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ ഭൂരിപക്ഷം ലഭിക്കുകയും കായംകുളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഞാൻ വിജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലാവധി, അതായത് എൻ്റെ ടെന്യൂർ, നിയോജകമണ്ഡലത്തിന് ഏറ്റവും മികച്ച പ്രവർത്തനം ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം കൂടി പാർട്ടി മുന്നണി നൽകിയിട്ടുണ്ട്. അത് വളരെ ഉത്തരവാദിത്തത്തോടെ സത്യസന്ധതയോടെ ഭാവി കേരളത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുക. നാടിൻ്റെ നയരൂപീകരണത്തിൽ വളരെ ഒരു മന്ത്രിയുടെ രീതിയിൽ, ഒരു പൊതുപ്രവർത്തകൻ്റെ രീതിയിൽ പങ്കുവഹിക്കുക. ഇതിനപ്പുറത്ത് ഇതിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യത്തിലും പ്രതികരണം പോലും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ വെച്ച് പുലർത്തുന്ന നിലപാട്. ഇതൊക്കെ തന്നെ ബഹുമാന്യായ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ അവരുടെ പാർട്ടിയെ തന്നെ ബോധ്യപ്പെടുത്തുക. അവരുടെ പാർട്ടി അത്തരത്തിൽ പ്രതികരിക്കട്ടെ. അവർ തമ്മിലൊക്കെയാണല്ലോ സംഭാഷണങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുള്ളത്. എനിക്കിതിലൊന്നും താല്പര്യമില്ല. എൻ്റെ ഫോക്കസ് വളരെ കൃത്യമാണ്. മറ്റൊന്നിലും ഇത്തരം കാര്യങ്ങളിലൊന്നും വഴിതെറ്റി പോകേണ്ട കാര്യം എനിക്കില്ല. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്താകും പ്രവർത്തനമെന്ന് മന്ത്രി KA തുളസി. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂട്ടായ പ്രവർത്തനമാണ് ലക്ഷ്യമിടുന്നത്. എല്ലാവർക്കും ആക്സസിബിളായ മന്ത്രിയായിരിക്കുമെന്നും തുളസി പറഞ്ഞു. ന്യൂസ് 18 നേരം വൈകുന്നേരത്തിൽ സംസാരിക്കുകയായിരുന്നു തുളസി. ഞാനൊരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. പട്ടിണിയും പ്രയാസവും സാധാരണക്കാരന്റെ ജീവിതത്തിൽ വരാവുന്ന ബുദ്ധിമുട്ടുകളും അതെല്ലാം തന്നെ വ്യക്തമായിട്ട് എൻ്റെ അനുഭവത്തിലൂടെ തന്നെ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് പാലക്കാട് ജില്ലയിലെന്നല്ല കേരളത്തിലുടനീളമുള്ള സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അത് തീർച്ചയായിട്ടും മറ്റാരും പറഞ്ഞു തരാൻ തന്നെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. ജനങ്ങളുടെ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത് വകുപ്പുകളുടെ കൃത്യമായിട്ടുള്ള ഒരു ഏകോപനം പല വികസന പ്രശ്നങ്ങളിലും തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പോരായ്മകൾ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ച് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തും. ഒരു വ്യക്തി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. എല്ലാവരുടെയും കൂട്ടായ്മയും പിന്തുണയും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടയിൽ AD തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച സംഭവത്തിൽ പിണറായിയുടെ ഗൺമാന്മാർക്കെതിരെ കുരുക്കുമുറുകും. വീണുകിടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞ് വീണ്ടും തലക്കടിച്ച ഗൺമാന്മാരായ അനിൽ കല്ലിയൂരും സന്ദീപും വധശ്രമത്തിലുള്ള വകുപ്പ് നടപടികൾ കൂടി ഫേസ് ചെയ്യേണ്ടി വരും. ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ ലോക്കൽ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കൈവിരലിനും പൊട്ടലേറ്റിരുന്നു.
ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം കൃത്യമായി രേഖപ്പെടുത്തിയാൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അകത്ത് കിടക്കേണ്ടി വരും. പോലീസിൽ നടപടികൾ ആരംഭിച്ച് UDF സർക്കാർ സംസ്ഥാന പോലീസ് അസോസിയേഷൻ ഭാരവാഹികളെ സംസ്ഥാന ഭാരവാഹികളെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രസിഡന്റ് R പ്രശാന്തിനെയും സെക്രട്ടറിയും സ്ഥലം മാറ്റി. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ SHO ആയാണ് പ്രശാന്തിന്റെ നിയമനം. സെക്രട്ടറി CR ബിജുവിനെ കൊച്ചി സിറ്റി പോലീസിലേക്ക് മാറ്റി. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉത്തരവ് പുറത്തിറക്കിയത്. സ്ഥലമാറ്റത്തിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് അസോസിയേഷന്റെ ആരോപണം. BV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, നമുക്ക് ആ രണ്ട് വാർത്തയും എടുക്കണം. കാരണം ആദ്യത്തെ വാർത്ത ഞാൻ വായിച്ചത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഈ കൃത്യമായ തെളിവുണ്ടായിട്ടും വീഡിയോ ദൃശ്യങ്ങളുണ്ടായിട്ടും കോടതിയിൽ ഇടപെടലുണ്ടായിട്ടും രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഈ ആരോപണ വിധേയരായ മുഖ്യമന്ത്രിയുടെ ഈ രക്ഷാപ്രവർത്തകരുണ്ടല്ലോ, അവർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ നേരത്തെയുള്ള മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ ആ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫിലേക്ക് കടന്നു കയറാനും ശ്രമിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ പോലീസ് അസോസിയേഷൻ വഴി നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ്. പക്ഷേ അത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രഞ്ജിത്ത്, കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം പോലീസ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു മുഖമാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലെ പോലീസിംഗ് സംബന്ധിച്ച് കോൺഗ്രസിനുള്ള പല എതിർപ്പുകൾ അല്ലെങ്കിൽ അവരെ പ്രവർത്തകരെ മർദ്ദിച്ചതിന് പേരിലുള്ള നടപടികൾ ഇത് ഉണ്ടാകുമെന്നത് നേരത്തെ തന്നെ VD സതീശൻ പറഞ്ഞ കാര്യമാണ്. അതിലേക്കാണ് ഈ രണ്ട് കാര്യങ്ങളും പോകുന്നത്. നമ്മൾ രണ്ട് വാർത്തകൾ സൂചിപ്പിച്ചതിൽ രണ്ട് കാര്യങ്ങളും പോകുന്നത് ആ തരത്തിൽ തന്നെയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെയാണ് പോലീസിലെ നടപടികൾ കൂടി മുഖ്യമന്ത്രിയായ VD സതീശൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ആലപ്പുഴ മർദ്ദനത്തിലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ ബസ്സിന് നേരെ കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലുള്ള അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പമാണ് ഈ പോലീസ് അസോസിയേഷനിലെ നേതാക്കൾക്കെതിരെയുള്ള നടപടി. അതിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സ്റ്റേഷനുകളിലേക്ക് മാറ്റിക്കൊണ്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൽ പ്രശാന്ത്, അദ്ദേഹം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CR ബിജു, അദ്ദേഹം സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും കൊച്ചി പോലീസിലേക്ക് സിറ്റി പോലീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ തരത്തിൽ ഈ അസോസിയേഷൻ നേതാക്കളെ സേനയുടെ ഭാഗമാക്കി മാറ്റുന്നു. കാരണം അവർ സംഘടനാ പ്രവർത്തനവുമായിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം ഈ പോലീസ് അസോസിയേഷൻ്റെയും ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും ഒക്കെ തന്നെ നേതാക്കൾ അവർ ഡ്യൂട്ടികളിലേക്ക് സാധാരണ നിലയിൽ പോകാറില്ല. കാരണം അവർക്ക് സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഡ്യൂട്ടി നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നത്. എല്ലാ സർക്കാർ വരുമ്പോഴും ഇത്തരത്തിലുള്ള തീരുമാനമുണ്ടാകും. നമുക്കറിയാം അജിത്ത്, അദ്ദേഹം UDF കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പോലീസ് അസോസിയേഷൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തെയൊക്കെ തന്നെ ട്രാഫിക്കിൽ നിർത്തുന്ന നിലയിൽ ഈ പ്രധാനപ്പെട്ട റോഡിൽ അദ്ദേഹത്തെ അജിത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഒരു കൗതുകമുണ്ട് വിനോദ്. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അജിത്തിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊച്ചി ആ ഭാഗത്തേക്ക് ദൂര ജില്ലയിലേക്കാണ്. പിന്നീട് കോടതിയിലേക്ക് അജിത്ത് പോകുന്നു. അജിത്തിനോട് കോടതി അനുകൂലമായി പറയുന്നു. സമീപത്തുള്ള ഒരു ജില്ലയിലേക്ക് അജിത്തിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നു. അതിന് അന്നത്തെ ഇടത് സർക്കാർ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ സമീപ ജില്ല കൊല്ലമാണല്ലോ. കൊല്ലത്തിൻ്റെ അങ്ങേയറ്റത്ത് തെന്മയിൽ കൊണ്ട് അജിത്തിനെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ കോടതി ഉത്തരവ് നടപ്പിലാക്കുകയും ചെയ്തു. അവരുടെ പ്രതികാരം നടത്തുകയും ചെയ്തു. അങ്ങനെ നടപടി എടുത്തിട്ടുണ്ട് ഇടത് സർക്കാർ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ഈ പോലീസിലെ സംഘടനാ നേതാക്കളെ സർക്കാർ മാറുമ്പോൾ മാറ്റുന്നതൊരു രീതിയാണ്. ഈ അജിത്തുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും തന്നെ ഈ പോലീസിൻ്റെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അധികാര സ്ഥാനത്തുണ്ട്. ആ ഇലക്ഷനിലൊക്കെ ജയിച്ച ആളാണ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക് ദൂരെ ഉള്ള ജില്ലയിലേക്ക് മാറ്റുകയും പിന്നീട് കൊല്ലത്ത് തെന്മലയിലേക്ക് മാറ്റുകയും ഒക്കെ തന്നെ ചെയ്ത നടപടി. മാത്രമല്ല അദ്ദേഹത്തെ നിയമസഭയ്ക്ക് മുന്നിലും സ്റ്റാച്യുവിലുമൊക്കെ ട്രാഫിക് ഡ്യൂട്ടിയിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ട്രാഫിക് ഡ്യൂട്ടിയിൽ ഇട്ട സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണ് ഇത്തരത്തിൽ സർക്കാർ മാറി വരുമ്പോൾ ഉറപ്പായും LDF സർക്കാരിൻ്റെ സമയത്ത് അസോസിയേഷൻ നേതാക്കളായിരുന്ന പോലീസുകാരെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നു. ഇവർക്കൊക്കെ കടുത്ത ജോലികളും നൽകും, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് അയക്കും എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. കാരണം അസോസിയേഷൻ നേതൃത്വം അല്ലെങ്കിൽ അങ്ങനെ നേതാക്കൾ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് ഇനി അതിൻ്റെ ഒരു പ്രിവിലേജോ അങ്ങനെയുള്ളൊരു സൗകര്യമോ അങ്ങനെ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള നിലയിലേക്ക് സർക്കാർ പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പമാണ് ആദ്യത്തെ വാർത്തയിൽ പറഞ്ഞതുപോലുള്ള ഈ ലാത്തിച്ചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവർക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ
സെക്യൂരിറ്റിയായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാനായി ഒക്കെ മാറാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനുള്ള സാഹചര്യം ഇനി ഉണ്ടാകില്ല. കാരണം ഇപ്പോൾ തന്നെ എൻക്വയറിക്ക് നൽകിയിട്ടുണ്ട്. അത് നൽകിയിരിക്കുന്നത് തന്നെ TP കേസ് അന്വേഷിച്ച ഷൗക്കത്ത് അലിക്കാണ് ഈ അന്വേഷണ ചുമതല. 6 ഉദ്യോഗസ്ഥരാണ് ആ ടീമിലുള്ളത്. 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം TP കേസ് അന്വേഷിച്ച ശേഷം ഷൗക്കത്ത് അലിയെയും ഒതുക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹത്തിന് വലിയ കാര്യമായ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശമോ സാഹചര്യമോ ഇടത് സർക്കാർ ഒരുക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വലിയ റോളിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ കൊടിസുനിയെ ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയ ഷൗക്കത്ത് അലിയെ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. ഷൗക്കത്ത് അലി രംഗത്ത് വരുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസിൽ പിടിമുറക്കും, അല്ലെങ്കിൽ ഷൗക്കത്ത് അലിക്ക് വലിയ അവസരങ്ങൾ UDF സർക്കാർ നൽകും എന്ന തരത്തിലുള്ള പ്രതീതിയുമുണ്ട്. അങ്ങനെ ഇതുവരെ LDF സർക്കാർ ഒതുക്കിയിരുന്ന ആൾക്കാരെ വീണ്ടും ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് UDFിൻ്റെ ഭാഗമാക്കി, ആ പോലീസിങ്ങിൻ്റെ ഭാഗമാക്കി സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന തരത്തിൽ അവർ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ തലതെറിക്കും, ഏതൊക്കെ ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ വാങ്ങി മറ്റ് ജില്ലകളിലേക്ക് പോകേണ്ടി വരും. 10 വർഷത്തെ ഇവരുടെയൊക്കെ ഒരു കാത്തിരിപ്പാണ്. അത് അത്രത്തോളം വലിയ സർക്കാർ അധികാരത്തിലേറ്റ് 2-ാം ദിവസം 3-ാം ദിവസമായിട്ടേ ഉള്ളൂ. അതിനകം തന്നെ ഇത്രയധികം ട്രാൻസ്ഫറുകളും മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിലും സമാനമായ തരം നടക്കുമെന്ന് കരുതാം. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറൽ NSK ഉമേഷിന് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറിയായും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായും നിയമനം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറലിലൂടെ അധിക ചുമതല തുടരുന്നതിന് പുറമെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും വഹിക്കും എന്നാണ് വിവരം. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ 25 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ചു. മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക ഉണ്ടാവില്ല എന്നുള്ള നിലപാടൊക്കെ സർക്കാർ VD സതീശൻ സ്വീകരിച്ചിരുന്നു. അത് നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കേരളം പാപ്പരാണെന്ന AK ആന്റണിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ മികച്ച ധനസ്ഥിതിയിലിരിക്കെയാണ് ഇടത് മുന്നണി ഭരണം അവസാനിച്ചത്. ആന്റണിയുടെ നിലപാട് തന്നെയാണോ തനിക്കെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണം. ധവളപത്രം പുറത്തിറക്കുന്നതിനെ LDF ഭയക്കുന്നില്ല. അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നേടിയെടുക്കുന്നതിനായി സർക്കാർ സമരത്തിനിറങ്ങിയാൽ പ്രതിപക്ഷം ക്രിയാത്മക പിന്തുണ നൽകുമെന്നും ബാലഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. മുൻ ധനമന്ത്രി ഡോക്ടർ KN ബാലഗോപാലാണ് നമുക്കൊപ്പം ചേരുന്നത്. സംസ്ഥാനം പാപ്പറാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണി. എന്താണ് ഈ ചിത്രം? നിങ്ങൾ എത്ര പാപ്പരാക്കിയിട്ടാണോ ഇറങ്ങിപ്പോയത് എന്നതാണ് ചോദ്യം. ഇന്ന് ശ്രീ AK ആന്റണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. ധവളപത്രം വരുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ മുൻ ധനകാര്യമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടെ സംസ്ഥാനം ധനപരമായി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാപ്പരാണെന്ന് അദ്ദേഹം പറയുകയാണ്. എന്തായാലും ധവളപത്രം പോലെയുള്ള കാര്യങ്ങൾ വരട്ടെ. കൃത്യമായ കണക്കുകളാണെങ്കിൽ യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന കണക്കുകളാണല്ല. പാപ്പരല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളെക്കാളും മെച്ചപ്പെട്ട സ്ഥിതിയിലാണ്. കാരണം ഹിമാചൽ പ്രദേശിൽ ശമ്പളത്തിന് ഫെയിലർ വന്നു. കർണാടകത്തിൽ ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ദിവസം കുറച്ച് ദിവസം നിന്നു. പെൻഷൻ ആനുകൂല്യങ്ങൾ എത്രയോ നാളായിട്ട് പെൻഷൻ ആനുകൂല്യം മറ്റാനുകൂല്യങ്ങളും തെലങ്കാനയെ കൊടുക്കുന്നില്ലെന്ന വാർത്തകൾ വരുന്നു. അതിനേക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലാണ്. കേരളം തകർന്നു പോകുന്ന ഒരു ധാരണ ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ പോയില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ കാരണം വലിയ തോതിൽ പണത്തിന്റെ ചുരുക്കം വന്നു. പക്ഷെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായ കണക്കുകളുള്ളതാണ്. ശ്രീ ആന്റണി എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. ഈ സർക്കാർ വന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രി എല്ലാ തരത്തിലുള്ള അനൗൺസ്മെന്റുകളും ഇന്ദിരാ ഗ്യാരണ്ടി എല്ലാം കൊടുക്കാൻ പാടില്ല, കുറച്ച് കയ്പുനീർ കുടിക്കേണ്ടി വരും ജനങ്ങൾക്ക്, എല്ലാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. എന്നിട്ട് അദ്ദേഹം പറയാണ് വലിയ പാപ്പരാണ്, സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നമാണെന്ന് പറയുകയാണ്. അദ്ദേഹം പഴയ അനുഭവം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ഈ കോൺഗ്രസിന് ഈ ഗ്യാരണ്ടികളെല്ലാം നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ട്. കാരണം വലിയ സാമ്പത്തിക ബാധ്യത വരും. പക്ഷെ നിലവിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്ന ശമ്പള പരിഷ്കരണത്തിന്റെ തന്നെ മഹാഭാഗവും ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം അതിന്റെ റിപ്പോർട്ട് വന്നാൽ അതിന്റെ കുറച്ച് ഭാഗം മാത്രമേ വരാനുള്ളൂ. ബാക്കിയെല്ലാം കൊടുത്തു കഴിഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്, LDF ഗവൺമെന്റ് ആയിരുന്നത്. അപ്പോൾ അതെല്ലാം നടത്തിയ ഒരു ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഇനിയും കൃത്യമായി ചെയ്യാൻ പറ്റും. എനിക്ക് നല്ല ആത്മവിശ്വാസമുള്ളത് ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തന്നെയാണ്.
ശ്രീ വി ഡി സതീശൻ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കൃത്യമായി സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്, ഖജനാവ് അടച്ചുപൂട്ടത്തില്ല, പൊട്ടിപ്പോകത്തില്ല, നിന്നു പോകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ആദ്യ ക്യാബിനറ്റിൽ തന്നെ അദ്ദേഹം വലിയൊരു വർധന അല്ലെങ്കിൽ പോലും ഈ നമ്മുടെ അവർക്ക് കുറച്ച് പണം പ്രഖ്യാപിച്ചതുപോലെ കൊടുത്തില്ല, അത് വേറെ കാര്യം. എന്നാൽ അത്രയും കൊടുക്കാൻ തയ്യാറായത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. KSRTCയിൽ വലിയ സൗജന്യം വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് വന്നത് എന്തുകൊണ്ടാണ്? ഖജനാവ് പൂട്ടിപ്പോകത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. ശ്രീ ആന്റണി പറഞ്ഞ കയ്പുനീര് കുടിക്കണം, മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യം ശ്രീ വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി അത് അതുപോലെ കേൾക്കാതെ ഇത് കൊടുത്തു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി പോലും ശ്രീ എ കെ ആന്റണി പറഞ്ഞത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം കൊടുക്കാൻ തയ്യാറായത്. അപ്പോൾ അത് നമ്മുടെ ഖജനാവിനെ പറ്റിയും നമ്മുടെ ധനകാര്യ സ്ഥിതിയെപ്പറ്റി അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുതന്നെയാണ് സർട്ടിഫിക്കറ്റ്. ഇതാകെ തകർന്ന സ്ഥിതിയല്ല, മെച്ചപ്പെട്ടിട്ടേ ഉള്ളൂ. 54,000 കോടി രൂപ നികുതിയേതര വരുമാനം 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നത് 1,04,000 കോടിയിലേക്ക് വർദ്ധിച്ച് നമ്മുടെ സ്ഥിതി വന്നു എന്ന് മാത്രമല്ല, ധനകാര്യ കമ്മീഷന്റെ അടുത്ത് കേന്ദ്ര ഗവൺമെന്റുമായി നമ്മൾ ഫൈറ്റ് ചെയ്ത് 15ാം ധനകാര്യ കമ്മീഷൻ ഉള്ളതിനേക്കാളും കിട്ടുന്നതിനേക്കാളും ഒരു 0.5%-ലധികം നമുക്ക് നമ്മുടെ ഡിവിസി പൂളിൽ നിന്ന് വരുമാനം കിട്ടി. അതുകൊണ്ട് 10,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം അധികം കിട്ടുന്നത്, അത് മാത്രം. അപ്പോൾ ആ തരത്തിൽ നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും നമുക്കെല്ലാം പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവണമെന്നേ നമുക്ക് ആഗ്രഹമുള്ളൂ. നല്ലതുപോലെ ഗുണമുണ്ടാവേണ്ട കാര്യങ്ങൾ തന്നെ പുതിയ ഗവൺമെന്റ് ചെയ്യണം. ഗവൺമെന്റ് പുതിയ മുന്നണിയുടെ ആയിരിക്കും, പക്ഷേ നാട്ടിൽ ഗുണമുണ്ടാവേണ്ട കാര്യങ്ങൾ നന്നായി മുന്നോട്ട് ചെയ്യുന്നതിന് എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ സത്യം പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായി കാര്യങ്ങൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ധവളപത്രം വരട്ടെ, കൃത്യമായ കണക്കുകളാണെങ്കിൽ യാതൊരു ആശങ്കയില്ല. ഞങ്ങളുടെയിലും അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നമുക്ക് അക്കാര്യം വെച്ചിട്ട് ചർച്ച ചെയ്യാം. എന്തായാലും അപകടകരമായ സ്ഥിതിയിലല്ല കേരളമെന്ന് വ്യക്തമാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്. ഈ 5 അവര് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന വലിയ സാമ്പത്തിക ചെലവ് വരുന്നതാണ്. അപ്പം ഒരുപക്ഷെ വി ഡി സതീശൻ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചൊരു പൊതുബോധ്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമോ ഇവരുടെ ഈ 5 ഗ്യാരണ്ടികൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചതിന്റെ ഒരു കാരണം? ഞാനതാ പറഞ്ഞത്, എന്തായാലും ഈ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് നടപ്പിലാക്കാൻ പറ്റുമെന്നൊരു ധാരണ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. കേരളത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാ വകുപ്പിലും വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി കാര്യങ്ങൾ പുറത്ത് പറയും. അപ്പോൾ ആ കിട്ടിയ വിവരം അനുസരിച്ചും നമ്മുടെ ഈ ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതും മറ്റ് പ്രസിദ്ധീകരിക്കുന്ന കണക്കുകളും ഒക്കെ കൃത്യമായ കണക്കുകൾ വെച്ചിട്ടാണ്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഈ 5 ഗ്യാരണ്ടി എന്ന് പ്രഖ്യാപിച്ചത്. ആ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് കൃത്യമായി നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പ്രഖ്യാപിച്ചത്. അത് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രീ ആന്റണിയെ പോലെയുള്ള ആളുകൾ എന്തെങ്കിലും ബുദ്ധി ഉപദേശിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഈ KSRTCയിലെ സൗജന്യ പ്രഖ്യാപനം ഇപ്പം താങ്കൾ തന്നെ പലവട്ടം വ്യക്തമാക്കി. KSRTCക്ക് പ്രതിമാസം സംസ്ഥാന സർക്കാർ നൽകുന്ന വലിയൊരു സാമ്പത്തിക സഹായം. ഇതിനിടയിലാണ് ഒരു വരുമാന നഷ്ടത്തിലേക്ക് KSRTCക്ക് ഉണ്ടാവാൻ പോകുന്നത്. പ്രാക്ടിക്കലാവുമോ താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ പ്രഖ്യാപനം? ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ ഒരു മാസം 125 കോടിയിലധികം കോടി രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് KSRTC ഒരു മാസം. ഇത് കൂടാതെയാണ് പല നിർമ്മാണ ആവശ്യങ്ങൾക്കും പുതിയ ബസ് എടുക്കാനും കൊടുക്കുന്നത്. ഇത് ശമ്പളവും പെൻഷൻ മാത്രമാണ്. 2,000 കോടി രൂപ വരെ നമ്മൾ വർഷം കൊടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് KSRTC. KSRTC ഇപ്പം മാസം തോറും ശമ്പളം കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്. 24 KSRTC തൊഴിലാളികൾ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത പഴയ കാലമുണ്ട്, UDF കാലം. ആ ഒരു സ്ഥിതിയിൽ നിന്നൊക്കെ മാറ്റം വന്നു. അപ്പോൾ എന്തായാലും KSRTCയിൽ ഇത് നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ തെലങ്കാനയിലും കർണാടകത്തിലൊക്കെ നടപ്പിലാക്കിയതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്നത്. അവർക്കൊരു കണക്ക് കാണും. എന്തായാലും നിലവിലുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥിതി തന്നെയാണ് ഉള്ളത്. അപ്പോൾ സാമ്പത്തികമായിട്ട് അക്കാര്യത്തിനകത്ത് എനിക്കറിയാം. അവർ പുതുതായി പറയുന്ന ആശയങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. അതിനകത്ത് ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ സ്റ്റേറ്റിന് വേണ്ടിയുള്ള താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പിന്തുണയുണ്ടാവും. അതിനൊന്നും ഞങ്ങൾ എതിർക്കുന്നവരല്ല. കണക്കൊക്കെ അവർക്കാണ് അറിയുന്നത് പുതിയ കാലത്ത് ചെയ്യാൻ പോകുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയാൻ ആളല്ല. മുൻ സർക്കാർ വലിയ ദൂർത്ത് കാട്ടിയെന്ന ആക്ഷേപമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. പുതിയ സർക്കാരിന് സാമ്പത്തിക രംഗത്ത് കൊടുക്കാൻ കഴിയുന്ന ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ഉപദേശം ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായ താങ്കളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ട്? അങ്ങനെ വലിയ ഉപദേശമൊന്നും നൽകേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അത് വെറും ചെറിയ രാഷ്ട്രീയം പറഞ്ഞ് പോകേണ്ടതല്ല. ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് നയസമീപനം ആണ് ഏറ്റവും പ്രധാന പ്രശ്നം. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ വലിയ ഫൈറ്റ് നടത്തിയിട്ടുണ്ട്.
എല്ലാ ഗവൺമെന്റുകളെയും ഇപ്പം പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളെ കൂട്ടിച്ചേർത്ത് നടത്തിയിട്ടുള്ള വലിയൊരു ഫൈറ്റുണ്ട്. കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ സുപ്രീം കോടതിയിലടക്കം കേസിന് പോയ സംഭവമുണ്ട്. ഇതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങൾ നിരന്തരം നടത്തിയ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ധനകാര്യ കമ്മീഷന്റെ തന്നെ തുക കൂടിയത്. ഈ 10,000 കോടി രൂപ ഈ വർഷം അധികം വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതേപോലെയുള്ള വിവിധ പ്രശ്നങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് കേന്ദ്രവുമായിട്ട് കിട്ടാനുള്ള അർഹമായ തുക കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണം. നമ്മളിവിടെ ധൂർത്ത് നടത്തി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. കാരണം ഇത്രയേറെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന വേറൊരു ഘട്ടമില്ല. അപ്പോൾ ആ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവണം. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം. കൂടുതൽ ആളുകൾക്ക് വന്ന് ടൂറിസ്റ്റുകളായിട്ട് വരാനും പഠിക്കാൻ വരാനും ജോലി ചെയ്യാൻ വരാനും ഒക്കെ പറ്റുന്ന സ്ഥലമായിട്ട് നമ്മുടെ നാടിനെ മാറ്റണം. വിഴിഞ്ഞം തുറമുഖം ഈ ധൂർത്തെന്ന് ഇവർ പറയുന്ന കാലത്താണ് ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത ഒരു കാലത്ത് വിഴിഞ്ഞം തുറമുഖം പോലൊരു വലിയ തുറമുഖം സംസ്ഥാനം ഒറ്റയ്ക്ക് സ്വന്തം ചുമരിൽ അതിന്റെ ഉത്തരവാദിത്വമായിട്ടോടെ നിർമ്മിച്ചത് എന്നുള്ളത് ചെറിയ കാര്യമല്ല. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതെല്ലാം ചെയ്തൊരു സംസ്ഥാന സർക്കാരിനെ പറ്റി തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് പരാജയം ഉണ്ടായി. ആ പരാജയം അംഗീകരിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ ആ പരാജയം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് തെറ്റായ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷത്തെയും കൂടെ ചേർത്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു മുൻ സർക്കാരിന്റെ ഒരു ശൈലി. പ്രതിപക്ഷം അത് സഹകരിച്ചില്ല എന്ന ആക്ഷേപം നിങ്ങൾ പലപ്പോഴും ഉന്നയിച്ചിട്ടുമുണ്ട്. ഇത്തവണ ഈ ഒരു യോജിച്ച മൂവ്മെന്റിന് സർക്കാർ ക്ഷണിക്കുകയാണെങ്കിൽ പ്രതിപക്ഷമൊപ്പം ഉണ്ടാവുമോ? ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാനന്ന് ധനകാര്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളാണ്. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ UDF വന്നോ? ബഹിഷ്കരിക്കുകയല്ലേ ചെയ്തേ? ഏറ്റവും അവസാനത്തെ സമ്മേളനം ബഡ്ജറ്റ് അവതരിപ്പിച്ച ആ സെഷനിൽ, ബഡ്ജറ്റ് സെഷൻ സാധാരണ ആരും ഒഴിവാക്കില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും കൂട്ടുകാരും വന്നത് പങ്കെടുത്തോ? ആ സെഷൻ തന്നെ ഒഴിവാക്കിയില്ലേ? ഞങ്ങളങ്ങനല്ല. ഇപ്പം സത്യപ്രതിജ്ഞയ്ക്ക് മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആ പരിപാടി പങ്കെടുക്കാൻ പോയല്ലോ. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം മറ്റ് LDF നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ അതിനർത്ഥം ഞങ്ങൾ ക്രിയാത്മകമായി ഇക്കാര്യങ്ങളിൽ യോജിക്കും. പക്ഷേ കേരളത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി എല്ലാം യോജിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനും ജനങ്ങളുടെ താല്പര്യത്തിനും എതിരായി വരുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയും ചെയ്യും. കിഫ്ബിയാണ് എപ്പോഴും നമ്മൾ ഉയർത്തിക്കാട്ടിയ ഒരു ടൂള്. ഒരു കാര്യം കൂടി, ടൂള്. പക്ഷേ അന്നത്തെ പ്രതിപക്ഷം ഇത് എന്നും എതിർത്തിരുന്നുണ്ട്. കിഫ്ബി വലിയ രീതിയിൽ ദൂർത്താണ്, കിഫ്ബിയെ മോശമായി ആ രീതിയിലേക്കായിരുന്നു ലൈൻ. അപ്പോൾ കിഫ്ബി ഇനി വേണ്ടെന്ന് വെക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയ സർക്കാരിൽ നിന്ന്. കിഫ്ബി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് സംസ്ഥാനത്തിന് തിരിച്ചടി ഉണ്ടാക്കും, അങ്ങനെ കരുതുന്നുണ്ട്? നിലവിലെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം മാറ്റി അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ചുമതല ഏറ്റെടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് തുടർച്ചയാണെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടിയാണ് ഏത് ഗവൺമെന്റ് പ്രവർത്തിക്കുക. അപ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്തത് തുടരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാവും. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് പറഞ്ഞിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇത് തുടർച്ചയാണ്. ഏത് ഗവൺമെന്റിനും നിയമത്തിന്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടും ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടും നമ്മുടെ ഭരണപരമായ ചട്ടങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റൂ. ആ ചട്ടങ്ങൾ അനുസരിച്ച് ചെയ്യുമ്പോൾ ചില കാര്യത്തിൽ പ്രയോറിറ്റീസ് മാറാം, ചില കാര്യത്തിൽ ഒരു പോളിസി എടുക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ആകെ ഇതില്ലാതാക്കാനൊന്നും ചെയ്യാൻ ആര് വിചാരിച്ചാലും അത് ഒരു ഡിസാസ്റ്റർ ആയിരിക്കും, നാശം ഉണ്ടാക്കത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. താങ്കളുടെ ബജറ്റ് പൊളിച്ച് ചില കൂട്ടിച്ചേർത്തൽ വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ സർക്കാരിന്റെ ബജറ്റിൽ. ആ ബജറ്റിന് വേണ്ടിയുള്ള വിഭവം, ഈ പുതിയ കൂട്ടിച്ചേർക്കാനുള്ള വിഭവം എങ്ങനെ കണ്ടെത്തുമെന്നൊരു ചോദ്യം കൂടിയല്ലേ? എന്ത് മാജിക്കായിരിക്കും അവർക്ക് കാണിക്കാൻ പറ്റുക? അത് നമുക്കത് അവതരിപ്പിക്കുമ്പോൾ കാണാനേ പറ്റുള്ളൂ. എന്താണ് അവർ ചെയ്യാൻ വന്നത്? എപ്പോഴും ധനകാര്യമന്ത്രിമാരുടെ ഒരു പ്രെറോഗേറ്റീവും അവരുടെ കയ്യിലുള്ള ഡീറ്റെയിൽസും അവർ വകുപ്പുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. അവർ കൊണ്ടുവരുമ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും സ്റ്റേറ്റിന് ഗുണകരമായ കാര്യങ്ങൾ ഏത് വന്നാലും 100% ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവും. താങ്ക് യു. എന്തായാലും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാനം പാപ്പരാണെന്ന് AK ആന്റണിയുടെയും പ്രസ്താവനയെ അതിശക്തമായി കണക്കുകൾ നിരത്തി എതിർക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയുണ്ടെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വാദിക്കുന്നു. ഒപ്പം തന്നെ ധവളപത്രം പുറക്കം തിറക്കുന്നു എന്ന പുതിയ സർക്കാരിന്റെ തീരുമാനത്തെ അതേ രീതിയിൽ തന്നെ ഏറ്റെടുക്കുകയാണ്. അതേ രീതിയിൽ തന്നെ അത് മുന്നിൽ കാണാമെന്ന ഒരു ഏറ്റെടുപ്പ് കൂടിയാണ് മുൻ ധനമന്ത്രിയിൽ നിന്നും ഉണ്ടാവുന്നത്. എന്തായാലും നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. പുതിയ ബജറ്റ് അവതരണമടക്കം സഭയിൽ നടക്കാനിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കണക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണ പ്രതിപക്ഷ നീക്കം എന്തൊക്കെയാണ് എന്നതും നിർണായകമായിരിക്കും. ക്യാമറാമാൻ അരുൺ പാലോട്ടിനൊപ്പം TG സജിത്, ന്യൂസ് 8. ഉന്നത വിദ്യാഭ്യാസം, ഫിഷറീസ് വകുപ്പുകളുടെ കാര്യത്തിൽ കോൺഗ്രസുമായി തർക്കം നിലനിൽക്കെ നിർണായകമാവുക ലീഗ് തീരുമാനം. ഫിഷറീസ് വകുപ്പ് വേണമെന്ന കടുത്ത നിലപാടിലാണ് ലീഗ്. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകരുതെന്ന നിലപാടിലാണ് ലത്തീൻ സഭാ നേതൃത്വം. CB അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ലീഗിന് ഉന്നത വിദ്യാഭ്യാസം ലീഗിൽ നിന്ന് എടുത്തു മാറ്റി കോൺഗ്രസ് എടുത്തു, സംശയമില്ല. അത് പക്ഷേ അതിന് പകരം
ലീഗ് ഇത്തരം ഫിഷറീസ് പോലൊരു വകുപ്പിനായി കടുംപിടുത്തം പിടിക്കുന്ന എന്ത് സാഹചര്യത്തിലാണ് മറ്റെന്തെങ്കിലും വകുപ്പ്, ചെറിയ വകുപ്പുകൾ വല്ലതും സ്വീകരിച്ചാൽ പോലെ? കാരണം 5 മന്ത്രിസ്ഥാനം ഓൾറെഡി അവർക്കുണ്ട്. 5 മന്ത്രിസ്ഥാനവുമായി മന്ത്രിസഭയിൽ അതിശക്തമായി നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് വീണ്ടും ഈ കടുംപിടുത്തം പിടിക്കുന്നത്. അത് എത്രത്തോളം സ്വീകാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? രഞ്ജിത, ഗുഡ് മോർണിംഗ്. ലീഗിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഫിഷറീസ് ലീഗിന് തരില്ല എന്ന നിബന്ധന അല്ലെങ്കിൽ നിർബന്ധം വെക്കുന്നു എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കാരണം കേരളത്തിലെ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തിന് അതിർത്തി വരെ നോക്കുമ്പോൾ കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലയിൽ ലത്തീൻ കത്തോലിക്കയുടെ സാന്നിധ്യം ഈ ഒരു തീരദേശ മേഖലയിൽ ഇല്ല. അതിനുശേഷമാണ് അവരുടെ സാന്നിധ്യമുള്ളത്. അപ്പോൾ ഒരു കേരളത്തിൻ്റെ പകുതിയിലധികം ഇടങ്ങളിൽ മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ് ഈ ഒരു മത്സ്യബന്ധന ജോലിയിൽ ഏർപ്പെടുന്നതിൽ ഭൂരിഭാഗം ഉള്ളത്. അപ്പോൾ കേവലം ഒരു മേഖലയെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു അവകാശം അവർക്കുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന ചോദ്യമാണ് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ലീഗിനെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസം വിട്ടുകൊടുത്തതിന് കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്താലാണ്. അപ്പോൾ ഇനി ഫിഷറീസ് കൂടി വിട്ടുകൊടുത്താൽ മറ്റേത് വകുപ്പ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴിപ്പെടരുത് എന്ന ആ ഒരു നിബന്ധനയാണ് മുസ്ലിം ലീഗ് മുന്നിലുള്ളത്. കാരണം ലീഗിനെ എന്തുകൊണ്ട് ഈ പറയുന്ന വിവാദങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന ചോദ്യം. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിൻ്റെ താല്പര്യം, അതുപോലെ തന്നെ ക്രിസ്തീയ സംഘടനകളുടെ നിലപാടും ഒക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് ഏറ്റെടുക്കാൻ കോൺഗ്രസിന് ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ വീണ്ടും ലീഗിനെ കോർണർ ചെയ്യുന്ന തരത്തിലേക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ലീഗിന് അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ലീഗിലെ ആ ഒരു വിഭജനം, അത് പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ VK ബഷീറാണ്. പക്ഷേ ഗഫൂറിന് പൊതുമരാമത്ത് വകുപ്പ് കൊടുക്കണമെന്നൊരു താല്പര്യം ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ VK ബഷീറിൻ്റെ സമ്മർദ്ദം കാരണം ആ വകുപ്പ് ബഷീറിന് തന്നെ കൊടുക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ബഷീറിന് കൊടുക്കുന്ന സാഹചര്യമാണ്. ഗഫൂറിന് പക്ഷേ വകുപ്പ് കിട്ടാത്തതും ഇനി ഒരു പക്ഷേ ലീഗിൽ ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുമാരും ഉണ്ടാകുമെന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ലീഗിനെ കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ വീണ്ടും ഉണ്ടാകുന്നു എന്നതാണ് ലീഗിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇന്ന് ഉച്ചയോടെ അത് തീരുമാനമാകുമെന്നാണ് പറയുന്നത്. ലീഗിനെ സംബന്ധിച്ച് സുപ്രധാന വകുപ്പുകൾ ആയിരുന്ന ഉന്നത വിദ്യാഭ്യാസം വിട്ടുകൊടുത്തതിന് ശേഷമാണ് അവർ ഫിഷറീസ് ആവശ്യപ്പെടുന്നത്. ഈ കേരളത്തിൽ ഒരു മേഖലയിൽ മാത്രം സ്വാധീനമുള്ള, കേരളത്തിലെ വടക്കൻ മേഖലകളിൽ വലിയ സ്വാധീനമില്ലാത്തവർ ഈ ഫിഷറീസിൻ്റെ മുഴുവൻ കുത്തവകാശം അവർക്കാണെന്ന് പറയുന്നതിൽ ഔചിത്യം, അതിൻ്റെ ലോജിക്ക് എങ്ങനെയെന്നൊരു ചോദ്യമാണ് ലീഗ് ഉന്നയിക്കുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം ഏറെ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ഈ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനവുമായി വയനാട് ജില്ലാ കമ്മിറ്റി. സമാനതകളില്ലാത്ത തോൽവിക്ക് കാരണം നേതൃത്വത്തിന്റെ കടുംപിടുത്തവും നയപരമായ വീഴ്ചകളുമെന്നാണ് അംഗങ്ങളുടെ വിമർശനം. ജയരാജ് വിവരങ്ങൾ പങ്കുവെക്കും. ജയരാജ്, സംസ്ഥാനത്തുടനീളം നടക്കുന്ന ജില്ലാ യോഗങ്ങളിൽ ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലും സമാനമായി തന്നെ പിണറായിക്കും ഗോവിന്ദനുമെതിരെയാണോ നേതാക്കളുടെ വിമർശനം? രഞ്ജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം CPM വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ യോഗത്തിൽ കടുത്ത ആക്ഷേപങ്ങളാണ് ഉണ്ടായത്. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത് അവരുടെ വ്യക്തിപ്രഭാവം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്ന് യോഗത്തിൽ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു. ഇതിനു പുറമെ തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിക്കാൻ ഇറക്കിയത് വയനാട്ടിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം വലിയ തോതിലുള്ള ജനരോഷത്തിനും അതുപോലെ തന്നെ തിരിച്ചടിക്കും കാരണമായെന്നുമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനെതിരെയും യോഗത്തിൽ കടുത്ത വിചാരണയാണ് നടന്നത്. സിനിമാ താരം മമ്മൂട്ടിക്കൊപ്പം റീൽസ് എടുക്കാൻ ജില്ലാ സെക്രട്ടറി നടത്തിയ ശ്രമങ്ങൾ പാർട്ടിക്ക് വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ കൽപ്പറ്റയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന T സിദ്ദിഖിനെ LDF പ്രവർത്തകർ കൂകിയപ്പോൾ മുഖ്യമന്ത്രി വേദിയിലുണ്ടായിരുന്നിട്ടും അത് തടയാൻ തയ്യാറാകാതിരുന്നത് പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകിയതെന്നും പ്രവർത്തകർ വിമർശനം ഉണ്ടാക്കി. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ നീറുന്ന വിഭാഗീയത പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് യോഗത്തിന്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ മന്ത്രിയായിരുന്ന OR കേളു മത്സരിച്ച മാനന്തവാടി മണ്ഡലത്തിലുണ്ടായ വലിയ പരാജയം വയനാട് മെഡിക്കൽ കോളേജിലെ നിലവിലുണ്ടായിരുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും അതുണ്ടാക്കിയ ജനരോഷവുമാണെന്നുമൊക്കെയാണ് നേതാക്കൾ തുറന്നടിച്ചത്. എന്നാൽ പാർട്ടിയിൽ കടുത്ത ആഭ്യന്തര കലഹങ്ങളോ നേതൃമാറ്റത്തിന്റെ ആവശ്യമോ നിലവിലില്ലെന്നാണ് യോഗത്തിന് ശേഷം LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ജനവിശ്വാസവും പാർട്ടി അണികളുടെ വികാരവും കണക്കിലെടുത്ത് ആവശ്യമായ തിരുത്തൽ നടപടികൾ പാർട്ടി
സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും കൽപ്പറ്റ, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി മണ്ഡലങ്ങളിൽ UDF വ്യക്തമായ മേധാവിത്വം നിലനിർത്തിയ സാഹചര്യവും LDFന് സംഭവിച്ച വോട്ട് ചോർച്ചയും യോഗം വിശദമായി തന്നെ വിലയിരുത്തുകയുണ്ടായി. അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനും പ്രവർത്തന ശൈലിക്കുമെതിരെ വിവിധ ജില്ലാ യോഗങ്ങളിൽ കടുത്ത വിമർശനം ഉയരുന്നത് പോലെ തന്നെ അവസ്ഥയിൽ തന്നെയാണ് വയനാട്ടിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഈ ആഭ്യന്തര കലഹം കൂടാനാണ് സാധ്യത. രഞ്ജിത്ത്. ശരി. തമിഴ്നാട്ടിൽ കൂടുതൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ നാളെ ഉണ്ടാകും. 2 കോൺഗ്രസ് MLA-മാർ നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ K. രാജേഷ് കുമാർ, P. വിശ്വനാഥൻ എന്നിവരാണ് പുതിയ മന്ത്രിമാരായി തീരുമാനിക്കപ്പെട്ടത്. 6 പതിറ്റാണ്ടിന് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഭരണത്തിന്റെ ഭാഗമാകുന്നത്. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണറുടെ ചുമതലയുള്ള RV ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കൃഷി, ഉന്നത വിദ്യാഭ്യാസം, റവന്യൂ തുടങ്ങിയ വകുപ്പുകളിൽ നിലവിൽ മന്ത്രിമാരായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് സന്ദർശനത്തിന് എത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായി ചൈന ശക്തമായ വ്യാപാര കരാറിന് ധാരണയായിരിക്കുകയാണ് പുടിന്റെ വരവ്. അതേസമയം ട്രംപിനെയും നെതന്യാഹുവിനെയും കൊലപ്പെടുത്തുന്നവർക്ക് പാരിതോഷികം നൽകാൻ നിയമനിർമ്മാണം നടത്തുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം 1 മണിക്കൂർ മുൻപ് ഒഴിവാക്കുകയായിരുന്നുവെന്ന വിശദീകരണവുമായി ട്രംപും രംഗത്തെത്തി. വിനോദ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, വീണ്ടും മറ്റു വാർത്തയിലേക്ക്. ചൈനീസ് സന്ദർശനവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. US പ്രസിഡന്റ് ട്രംപിന്റെ ചൈന സന്ദർശനത്തിന് പിന്നാലെയാണ് പുടിൻ എത്തുന്നത്. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ചൈന റഷ്യ സൗഹൃദ ഉടമ്പടിയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് നരേന്ദ്രമോദി റോമിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ആന്റോണിയോ തജാനി പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഇറ്റലിയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക ഉഭയകക്ഷി സന്ദർശനമാണ് ഇത്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ശക്തിപ്പെടുത്തുന്നതിനും 2025-29 കാലഘട്ടത്തിലേക്കുള്ള തന്ത്രപ്രധാനമായ കർമ്മപദ്ധതി അവലോകനം ചെയ്യുന്നതിനും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.